There are many great cities in the world with remarkable histories. But if there's one place that exemplifies Kerala's past and its confluence of cultures, it is Kozhikode, or Calicut as it was earlier known. Famed for its trade and markets, deeply tolerant of religious diversity, and ruled over by kings, the story of Kozhikode represents Kerala at its finest. But while there's much to admire in Kozhikode, the city stands also as a symbol of the region's distinct Islamic traditions, the very heart of Malabar Islam and Mapla culture. Welcome to Saga. My name is Manu S. Pillai, and in this series produced by Arpo, we explore Kerala's history, heritage, art, cuisine, and most importantly, the people who keep these traditions alive, blending old with new and tradition with modernity. In the heart of Kozhikode, there is an architectural gem. When most people today picture mosques, they visualize domes and minarets. But here's a centuries-old structure built for local Muslims in the local Kerala fashion, with gables, a tiled roof, and the liberal use of timber. To explore this remarkable structure and the wider history of Kerala's Muslim community, I invite you to a discussion with Dr. Ajmal Muin, a scholar and a repository of the most wonderful stories. Climbing several flights of stairs, he took me to the upper chambers of the mosque, where we sat down to talk about both this building and the community it represents. നമ്മൾ ഇന്നിരിക്കുന്നത് ഇന്ന് മിഷ്കൽ മോസ്ക് ആണ്. ഏത് നിലയിലാണ് ഫസ്റ്റ് നമ്മൾ ഇരിക്കുന്നത്? ഇറ്റ്സ് എ വണ്ടർഫുൾ സ്പേസ്. നമ്മളിപ്പോൾ 4ാമത്തെ നിലയിലാണ്. ഈ പള്ളിക്ക് ശരിക്കും 5 നിലയാണുള്ളത്. നാട്ടുകാർ പറയുന്നത് 7 നില ഉണ്ടായിരുന്നു, പിന്നെ 5 ഏതാന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല. ഏതായാലും 5 നിലയുണ്ട്. ഇതിൻ്റെ ഏറ്റവും താഴെയുള്ള ഫ്ലോറ് ഡെയിലി നിസ്കാരങ്ങളൊക്കെ നടക്കുന്ന ഒരു ഫ്ലോറാണ്, റെഗുലർ യൂസ്. അതിൻ്റെ മുകളിലുള്ള സാധാരണ തുറക്കാറുണ്ട്. അത് വെള്ളിയാഴ്ച നിസ്കാരത്തിൽ കൂടുതൽ ആൾ വരും. മാത്രമല്ല അവിടെയാണ് ഡെയിലി പണ്ടത്തെ കാലത്ത് ഈ ദർസ് നടന്നത്. പിന്നെ അതിൻ്റെ മുകളിലുള്ള മുകളിലെ 3rd ഫ്ലോറിലാണ് ഈ ദർസിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അവരുടെ റെസിഡൻസ് ഉണ്ടായിരുന്നത്. അതിൻ്റെ മുകളിലുള്ള ഈ ഫ്ലോറിലാണ് ഉസ്താദന്മാർ താമസിക്കുക. ഉസ്താദന്മാർക്കുള്ള ഒരു റെസിഡൻസ്. പിന്നെ ഒരു മുകളിൽ സ്കോളർലി ഇവരുടെ ടീച്ചേഴ്സ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നത്. എന്നാൽ കൂടുതൽ ആളുള്ള സമയത്ത് എല്ലാവർക്കും നിസ്കരിക്കാനും പറ്റുന്ന രീതിയിലാണ് ഇതുള്ളത്. ഒരു ഫ്ലോറും കൂടെ ഉണ്ടല്ലേ? ഒരു ഫ്ലോർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഫ്ലോറാണ്. അത് അനൗൺസ്മെന്റ് ആണ്, ബാങ്ക് കൊടുക്കുക. അതുപോലെ തന്നെ ഈ നോമ്പായിട്ടുണ്ടെങ്കിലും പെരുന്നാളായിട്ടുണ്ടെങ്കിലും അനൗൺസ്മെന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നോർമലി പള്ളിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ടാണ്. പക്ഷെ എൻട്രൻസ് ഉണ്ടാവുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും. കാരണം പടിഞ്ഞാറേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കുക. അപ്പം നമ്മുടെ പടിഞ്ഞാറ് ഭാഗം നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് അറബിക്കടൽ കാണാൻ പറ്റും. അറബിക്കടലിനോട് വ്യൂ ആയിട്ടുള്ള സ്റ്റൈലാണ് ഇത്. ഇതിൻ്റെ ഒരു ലെജൻഡ്, ഒരുപാട് ലോക്കൽ കഥകളുണ്ട്. അതിൽ പറയുന്നത് തച്ചന്മാർ വന്നു, തച്ചന്മാർ ഇതുണ്ടാക്കി. ലോക്കൽ തച്ചന്മാർ ഇതുണ്ടാക്കുന്ന സമയത്ത് സാമൂതിരി രാജാവ് ഇത് കാണാൻ വരുന്നുണ്ട്. ഇത് 14th സെഞ്ചുറിയിലാണ് കഥയാണ്. കഥയിൽ പറയുന്നത് അവസാനത്തെ തച്ചൻ മുകളിൽ കയറി നോക്കിയപ്പോൾ മക്ക കണ്ടു. മക്ക കാണുന്ന രീതിയിൽ ഉണ്ടാക്കി. അത് പൊന്നാനി പള്ളിക്കും പറയുന്നുണ്ട്, മക്ക കാണിച്ചു കൊടുത്തു എന്ന്. പിന്നെ ഇതിന്റെ ഒരു ആർക്കിടെക്ചറും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് കാണാറിയാം, മരമാണ്. എക്സ്റ്റെൻസീവ് യൂസ് ഓഫ് വുഡ്. കാരണം നമുക്ക് മലബാറിന്റെ ഉൾനാടിൽ നിന്ന് നല്ല തേക്ക് കിട്ടും. ബൈബിളിൽ പോലും തേക്കിനെ കുറിച്ച് പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തേക്ക് കിട്ടുന്ന സ്ഥലം അത് ഇങ്ങനെ വന്ന് ഇവിടെ എത്തുന്നു. നല്ല മരം യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. പ്ലിന്ത് ഏരിയയിലാണെങ്കിൽ നന്നായിട്ട് കല്ല് വെട്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു ആർക്കിടെക്ചറൽ മാർവൽ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന. ഒരു നേരം ഇതിനകത്ത് എത്ര ആൾക്കാർക്ക് നമസ്കരിക്കാൻ പറ്റും? ഇതിന് ടോട്ടലി ഇവർ പറയുന്നത് 1000 ആളുകൾ വരെയൊക്കെ പറ്റുന്ന എല്ലാ ഫ്ലോറും കൂടെ. ഈ പള്ളിന്റെ മറ്റൊരു പ്രത്യേകത കേരള ആർക്കിടെക്ചർ ഇവിടെ മാത്രമല്ല, മലബാറിലെ എല്ലാ പള്ളികളും കേരള ആർക്കിടെക്ചറിലാണ് ഉണ്ടാകുന്നത്. ഇതിന്റെ ഒരു സ്ട്രക്ചർ സാധാരണ നിലവിലുള്ള പുതിയ പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പുറംപള്ളി ഉണ്ടാവും, ചെരുവ് എന്നാണ് വിളിക്കുക. ചെരുവിൽ നിന്ന് അകമ്പള്ളി ഉണ്ടാവും. ഈ അകമ്പള്ളിക്ക് 2 പാർട്ട് ഉണ്ടാവും. പിന്നെ അതൊന്നാണ് മിമ്പർ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഖുത്ബ പറയുന്ന സാധനം. നല്ല കൊത്തുപണി ഉണ്ടാവും. അതിൽ മിക്കവാറും പണ്ട് ഇതാര് എപ്പോൾ ഉണ്ടാക്കി എന്നൊക്കെ അറബിയിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ട്. ഹിസ്റ്റോറിക്കലി ഇതൊക്കെ നോട്ട് ചെയ്യുക എന്നൊരു സിസ്റ്റം ഉള്ളൊരു കമ്മ്യൂണിറ്റി ആയിരുന്നു. കുറച്ചും കൂടി ഒരു ഹിസ്റ്റോറിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എന്നാണ് എനിക്ക് വിളിക്കാവുന്നത്. ബിക്കോസ് കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ തന്നെ ചരിത്രം ആദ്യമായിട്ട് ഒരു മെത്തഡോളജി വെച്ച് എഴുതുന്നത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന് ശേഷവും ഇഷ്ടംപോലെ ആളുകൾ എഴുതുന്നുണ്ട്. ഈ പറയുന്ന ഷെയ്ഖ് യുവർ ആൻസെസ്റ്റർ അല്ലേ? യെസ്, നമുക്ക് സംസാരിക്കാം. പക്ഷെ കുറച്ച് സൂം ഔട്ട് ചെയ്തിട്ട്
ഈ ഒരു സ്ട്രക്ചർ പണിതത് നഖൂദ മിത്കൽ എന്ന് പറയുന്ന യമനിൽ നിന്ന് വന്ന ഒരു സീ ക്യാപ്റ്റൻ, ഒരു ട്രേഡർ മെർച്ചന്റ് പ്രിൻസ് ആണെന്നാണ് ട്രഡീഷൻ പറയുന്നത്. അപ്പം അദ്ദേഹത്തിനെ പറ്റി നമുക്ക് എന്തറിയാം? എന്നിട്ട് ഈ ഏരിയയിൽ പല പള്ളികളും ഇതുപോലെ പുറത്തുനിന്ന് വന്ന് ഇവിടെ സെറ്റിലായ ഇതുപോലത്തെ മെർച്ചന്റ് പ്രിൻസസ് പണിതാണ്ട് കേട്ടിട്ടുണ്ട്. അതെ, നഖുദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപ്റ്റൻ, സെയിലർ അതിലാണ്. മിഷ്കാലാണ് അദ്ദേഹത്തിൻ്റെ പേര് വരാൻ സാധ്യത. അതുകൊണ്ട് മിഷ്കാൽ പള്ളി എന്ന് പറയും. അവരെന്തിനു പള്ളി ഉണ്ടാക്കുന്നു വെച്ചാൽ, ഒരു വിശ്വാസമാണ് അവരുടെ ഒരു ബിസിനസ് നടക്കുന്നു എന്നുള്ളത്. രണ്ട്, അവർ വരുന്നത് ഒരു ഹിപ്പാലസ് കാറ്റുണ്ട്. അതെ, അത് 6 മാസത്തിലൊരിക്കൽ ഈ പായക്കപ്പലിൽ ആ കാറ്റടിച്ചിട്ടാണ് വരുന്നത്. 6 മാസത്തോളം അവരിവിടെ താമസിക്കും. ആ കച്ചവട സംഘത്തിൻ്റെ കൂടെ തന്നെ സൂഫികളുണ്ടാവും, പണ്ഡിതന്മാരുണ്ടാവും. അതിനുള്ളൊരു കാരണവും ഒന്ന് ഒരു സമാധാനത്തിന് ഒരാളുണ്ടാവുക എന്നതാണ്. പിന്നെ ഈ കമ്മ്യൂണിറ്റിയിൽ ഇവരിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരാണ് കൊണ്ടു നടക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ബിസിനസ് ചെയ്യുമ്പോഴും അതിനൊരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവ് ഉണ്ട്. ശരിയാ റോൾ പ്രകാരം സക്കാത്ത് കൊടുക്കണം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ കൈകാര്യം ചെയ്ത് നല്ല ഫിഖ് അറിയുന്ന ഒരു പണ്ഡിതൻ വേണം. മിഷ്കാൽ പള്ളിക്ക് ചുറ്റും ഒരു മതിലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ തറവാടുകൾക്കൊക്കെ കയറി പോകുന്ന ഭാഗത്ത് തന്നെ ഒരു വലിയൊരു എൻട്രൻസ് ഉണ്ടാവും. ആ എൻട്രൻസിന് ഒരു ഗോപുരം, നമ്മളൊരു പടിപ്പുര പോലെ അത് ഇതിനുണ്ടായിരുന്നു. 3 ഭാഗത്തുണ്ടായിരുന്നു. ആ പടിപ്പുര ഒരു സത്രമായിരുന്നു. അതിൻ്റെ മുകളിൽ ആളുകൾ താമസിക്കും. പ്രത്യേകിച്ച് ഈ സൂഫികളായ ആളുകൾ, തൊപ്പി തുന്നുന്നവർ, അങ്ങനെ എവിടുന്നൊക്കെയോ വരുന്ന ആളുകൾക്ക് താമസിക്കാവുന്ന ഒരു സ്ഥലം. അപ്പോൾ ആ സമയത്ത് ഒരു 13-15 സെഞ്ചുറി വരെ ഇവിടെ ചൈനക്കാർ ഇഷ്ടംപോലെ ചൈനക്കാരുണ്ടാക്കിയ പള്ളി ഉണ്ടായിരുന്നു കോഴിക്കോട്. ചൈനീസ് മുസ്ലിംസ് ഉണ്ടാക്കിയ പള്ളി. അതുപോലെ തന്നെ ബറാമി, ഇബ്ന ബട്ടൂട്ടയുടെ റൈറ്റിംഗ്സ് ഒക്കെ പറയുന്നുണ്ട് പക്ഷേ കോഴിക്കോട്ട് വരുന്നത് തന്നെ ശരിക്കും ചൈനയിൽ പോകാനാണല്ലോ. ഇൻട്രസ്റ്റിംഗ്ലി ഇന്ന് എനിക്കിപ്പോൾ ചൈനയിൽ പോകണമെങ്കിൽ എനിക്ക് ഡൽഹി പോകണം. ബത്തൂത്ത ആക്ച്വലി ചൈന പോകാൻ വേണ്ടി കേരളത്തിലേക്ക് വരികയാണ്. അപ്പം ആരബ്സ് ഉണ്ട്, യമനി നഖൂദ മിത്കലുണ്ട്, ചൈനക്കാരുണ്ട്. പക്ഷെ മുച്ചിന്തിക്ക് ഒരു ആഫ്രിക്കൻ കണക്ഷൻ, ആഫ്രിക്കൻ അറബ്സ് വരുന്നുണ്ട്. എൻ്റെ ഒരു വായനയിൽ മനസ്സിലായത് നഖൂദ മഷൂദി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഫ്രിക്കൻ അടിമ. മഷൂദി മലയാളി വരിച്ച മുച്ചിന്തി, മഷൂദി മലയാളി മുച്ചുന്തി ആയിട്ടുള്ളതാണെന്നാണ്. ഈ സാമോറിയൻ രാജാവിൻ്റെ നേവൽ കൈകാര്യം ചെയ്തിരുന്നത് മുസ്ലിങ്ങളായിട്ടുണ്ടായിരുന്ന മരക്കാര്. അതേ സമയത്ത് ഇവിടുത്തെ എക്കോണമി, മേജർ ചങ്ക് ഓഫ് ദ എക്കോണമി ട്രേഡ് ബിസിനസ്സാണ്. ഏത് കമ്മ്യൂണിറ്റി വന്നിട്ടുണ്ടെങ്കിലും അവരവിടെ സെറ്റിൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്, ഇവിടെ കുടിയിരുത്തുക. അപ്പോൾ അതിനുള്ള ലാൻഡ് കൊടുക്കുക, എല്ലാ സാധനവും കൊടുക്കാം. റിലീജിയസ് സ്പേസ് മുസ്ലിംസിന് കൊടുക്കുന്നു, ക്രിസ്ത്യൻസിന് കൊടുക്കുന്നു, ജൈൻസ്, പാർസീസ്, ദാവൂദി ബോറ, ഷിയ കമ്മ്യൂണിറ്റി എല്ലാവരും. അങ്ങനെ ഒരു വലിയൊരു കൾച്ചറൽ സ്പേസിലാണ് ഈ പള്ളി ഉണ്ടാവുന്നത്. ഈ ആഫ്രിക്കൻ കണക്ഷൻ ഇസ് ഇൻട്രസ്റ്റിംഗ്. കാരണം ഡെക്കനിലൊക്കെ നമുക്കറിയാം ആഫ്രിക്കൻ മിലിറ്ററി സ്ലേവ്സ് വരുന്നതും അവരവിടെ സെറ്റിൽ ചെയ്യുന്നതും അവിടുത്തെ ആൾക്കാരുമായിട്ട് കല്യാണം കഴിച്ച് അവിടെ ഒരു പവർഫുൾ കമ്മ്യൂണിറ്റി ആയിട്ട് മാറുന്നത്. മലിക് അംബർ പോലത്തെ വലിയ കേവന്മാരൊക്കെ ഉണ്ട്, അവരുടെ സ്ട്രക്ചേഴ്സും മോണ്യുമെന്റ്സും ഒക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു കോഴിക്കോട്ടും ഇങ്ങനെ ഒരു ആഫ്രിക്കൻ കണക്ഷൻ ഉള്ളതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപാട് സാധ്യതകളുണ്ട്. ആഫ്രിക്കൻ മാത്രമല്ല, പേർഷ്യൻ കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും. മലബാറിൽ പേർഷ്യൻ ഇൻഫ്ലുവൻസ് എക്സ്റ്റെൻസീവ്ലി നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഷിയ കമ്മ്യൂണിറ്റി ഇല്ല. ഷിയ ഇല്ലാതെ എങ്ങനെയാണ് പേർഷ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളുടെ വിശ്വാസത്തിൽ, അതുപോലെ തന്നെ ആചാരങ്ങളിൽ, പാട്ടുകളിൽ, ഈ മാലപ്പാട്ടുകളിൽ, ഇതിലൊക്കെ പലപ്പോഴും ഈ ഷിയ എലമെന്റുകൾ, അതുപോലെ തന്നെ പേർഷ്യൻ എലമെന്റുകൾ കാണാൻ പറ്റും. ഈ ലോക്കൽ സ്റ്റൈലിൽ പണിഞ്ഞിരിക്കുന്ന മോസ്ക് ഇപ്പം കുറേയൊക്കെ പൊളിക്കുന്നുണ്ട്. പൊതുവെ കണ്ണൂർ മുതൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഉള്ളത് കുറേയൊക്കെ ഇന്നത്തെ കാലത്ത് മാറിപ്പോകുന്നുണ്ട്. എന്നിട്ട് അവർ കുറേ കൂടെ സ്റ്റാൻഡർഡൈസ്ഡ് അറബിക് സ്റ്റൈലിലുള്ള ഡോംസും ഒക്കെ വെച്ചിരിക്കുന്ന മോഡേൺ സ്ട്രക്ചേഴ്സ് ആണ് നമ്മളിപ്പം കാണുന്നത്. അതിൻ്റെ ഒരു വിഷമം വല്ലതുകൊണ്ടോ? നന്നായിട്ടുണ്ട്. എൻ്റെ നാട്ടിൽ, ഞാൻ കൊടിയത്തൂരാണ്, മുക്കം, ഞങ്ങളുടെ പള്ളി ഒരു 300-400 വർഷം പഴക്കമുള്ള പള്ളിയാണ്. ഓരോ സ്ഥലത്തും പഴയ പള്ളികളുണ്ട്. അപ്പോൾ ഈ ഗൾഫ് പണം വരുന്നതും അതുപോലെ തന്നെ ഒരുപാട് പഴയതായിട്ടുണ്ട്. അതൊരു സാധ്യതയാണ്. ഇത് എപ്പോഴാണ് പൊടിഞ്ഞു, പിന്നെ ആളുകളെ കൊള്ളാതാവുക, അങ്ങനെ പല കാരണം കൊണ്ടാണ്. AC ഇല്ല, ചൂട് കൂടുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് അത് സമുദായം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത്. ഇപ്പോൾ റീസെൻ്റ്ലി കുറേ ആളുകൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പല പള്ളികളുടെയും കമ്മിറ്റികൾ ഇപ്പോഴും പൊളിച്ച് മാറ്റുന്നതിനെ കുറിച്ച് സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും പേടി തോന്നുന്നത് ഒന്ന് നമ്മളുടെ കോഴിക്കോട് ജില്ലയിലെ നാദാപുരം പള്ളിയാണ്. ഗംഭീരമായ പള്ളിയാണ്. അതുപോലും ഇപ്പോൾ പൊളിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. Ajmal wasn't exaggerating when he said that these old Kerala-style mosques are important sites of history and heritage. At Mishkal, for example, he showed me damage caused to the structure during a 16th century attack by the Portuguese. The mosque has inscriptions on its walls, and there are artifacts like a palanquin used by its qadi. But as we spoke,
I wondered also about the broader history of the Mappila community itself in the region. Was this one monolithic identity, or was there more to the picture? മാപ്പിള കമ്മ്യൂണിറ്റിയിൽ ഇപ്പം നക്കൂദ മിത്കൽ പോലെ ഒരാൾ വന്നിട്ടുണ്ട്. മുമ്പ് ഒരു ആഫ്രിക്കൻ ഒരു ഇൻഫ്ലുവൻസിനെ പറ്റി നമ്മൾ സംസാരിച്ചു. അപ്പം അങ്ങനെ പറയുമ്പം എല്ലാവരുടെയും വിചാരം ഈ മാപ്പിള കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒറ്റ സംഭവം എന്നുള്ള ആലോചനയിലാൽ പുറത്തുനിന്ന് നോക്കുമെന്ന് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇതിനുള്ളിൽ തന്നെ പല പല സെഗ്മെന്റ്സ് കാണുന്നു. കോംപ്ലക്സ് കമ്മ്യൂണിറ്റി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിറ്റി അല്ല അത് ശരിക്കും. ഒരുപാട് ഡിഫറെൻ്റ് വിശ്വാസങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ദേശത്തു നിന്ന് വന്നവരുണ്ട്. മാപ്പിള എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയുന്നത് ഇവിടുത്തെ ഒരു ഡിസെൻഡ്, ഇവിടുത്തെ ഒരു കൺവേർട്ട് വന്നിട്ടുള്ള ഒരു പഴയ ആളുകളാണ് സാധാരണ ഒറ്റയടിക്ക് മാപ്പിള എന്ന് പറയുന്നത്. ശരിക്കും മലബാർ മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ അധികം അതാണ് കുറെ കൂടെ ഒരു ബ്രോഡർ ലേബൽ. മലബാർ മുസ്ലിംസ് ആണ് കുറച്ചും കൂടി വലുത് വരുന്നത്. പിന്നെ ഈ ചില കുടുംബങ്ങളൊക്കെ മരുമക്കത്തായികളാണ്, എന്ന് വെച്ചാൽ പെൺവഴിക്കാണ് കുടുംബം മുമ്പിലോട്ട് പോകുന്നത്. ബാക്കി ചിലവർ മക്കത്തായികളാണ്, ആൺവഴിക്കാണ്. അതാണ് കുറെ കൂടെ ലോകത്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് കാണുന്നത്. പക്ഷേ കേരളത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു മരുമക്കത്തായത്തിൻ്റെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ. അറക്കൽ ബീവിയുടെ ഒക്കെ ഫാമിലിയിൽ മരുമക്കത്തായമാണ്. പക്ഷെ താങ്കൾ പറയുന്ന ചില ഫാമിലീസിലൊക്കെ മക്കത്തായമുണ്ട്. ഈ മരുമക്കത്തായം വരുന്നതിൻ്റെ ഒരു കോസ്റ്റൽ ബെൽറ്റിൻ്റെ ഒരു കാരണം ഈ അറബ്സ് വരുന്നു. അതിൻ്റെ അറബ്സ് 6 മാസത്തോളം ഇവിടെ ഈ ഹിപ്പാലസ് കാറ്റ് തിരിച്ചടിക്കുന്ന സമയത്താണ് പോകുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ തറവാടുകളിൽ ഇവിടെ നിൽക്കുന്നു എന്നുള്ള സാധനം. അപ്പോൾ 19-ാം നൂറ്റാണ്ടിൽ ഈ റിഫോം മുസ്ലിങ്ങളിൽ വരുന്ന സമയത്തുള്ളൊരു ഡിബേറ്റാണ് ഈ മരുമക്കത്തായം ഇസ്ലാമാണോ എന്ന്. കാരണം ഇസ്ലാമിക് ശരിയ പ്രകാരം പിതാവ് മരിച്ചിട്ട് എഴുതി വെച്ചിട്ടില്ല, ആൺകുട്ടികളിലേക്കാണല്ലോ പോകേണ്ടത്. ഇല്ലെങ്കിൽ അതിൻ്റെ സമ്പത്ത് എങ്ങനെയാണ് ഓയിൽ വെക്കേണ്ടത് എന്നുള്ള ഖുറാനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം അതിന് വിരുദ്ധമായിട്ട് പെൺ തലമുറ വഴി പോകുന്നത് അതിനൊരു കൗണ്ടർ ചെയ്യുന്നുണ്ട്. അതിനൊരു കൗണ്ടർ ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ്ലി അവർ പറയുന്നത് തറവാട് തന്നെ പൂർണ്ണമായിട്ടും വക്കഫാക്കി മാറ്റാണ്, ഫാമിലി വക്കഫ്. അപ്പോൾ ഫാമിലി വക്കഫ് അത് വെക്കുന്നു. ഇത് ആള് മൂത്ത പെൺകുട്ടി മരിച്ചാൽ അടുത്ത പെൺകുട്ടിയിലേക്ക് ഇങ്ങനെ പോകും. പഴയ ആചാരം, ലോക്കൽ ആചാരം. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഒരു ഹെട്രോജനിക് സാധനം. ഒരുപാട് ഡിഫറെൻ്റ് സാധനങ്ങൾ, ലോക്കലായിട്ടുള്ള ആചാരങ്ങൾ, ഇതിനെല്ലാം സ്വാംശീകരിച്ച് ഉൾക്കൊണ്ട് ആക്ച്വലി സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. പക്ഷേ ഇന്നത്തെ ലോകത്ത് അത് എല്ലാ റിലീജിയസ് കമ്മ്യൂണിറ്റീസിലുണ്ട്. കുറെ കൂടെ ഹോമോജനൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇതൊക്കെ കാരണം ആൾക്കാരുടെ എക്സ്പോഷർ ഇപ്പോൾ ലോക്കൽ മാത്രമല്ല, ഒരു പാൻ ഇന്ത്യൻ ആൻഡ് ഇൻ്റർനാഷണൽ ആയിട്ട് വരുന്ന ഒരു എക്സ്പോഷർ ഉണ്ട്. അത് കാരണം ഈ ലോക്കൽ എലിമെന്റ്സ് കുറെ മാഞ്ഞു പോകുന്നതോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു റിസ്ക് ഉണ്ടോ? നന്നായിട്ട് പോകുന്നതിൻ്റെ ഒരു കാരണം ഗൾഫിൽ പോകുന്നു. അതുപോലെ തന്നെ ഒരു സലഫി ഇസ്ലാം നന്നായിട്ട് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. സലഫി ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടി ഒന്ന് സൗദി ബേസ്ഡ്. നമ്മളുടേത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പരമ്പരാഗത മുസ്ലിം സൗദിയിൽ നിന്ന് യമനിലെത്തുകയും ഹദറമൗത്ത് വഴി വന്നിട്ടുള്ള ഒരു സാധനമാണ്. അത് ഇവിടെ ഉണ്ടായിരുന്ന പരമ്പരാഗതമായ ആളുകൾ കൺവേർട്ട് ചെയ്യുന്നതോടുകൂടി അതിലൊരുപാട് കൾച്ചറും മറ്റും കൂടിയിട്ടുള്ള ഒരു മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ള ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ഇതിനെ അവിടെ വെച്ചുകൊണ്ടാണ് ഗൾഫ് വരുന്നത്. അപ്പോൾ അവിടെയുള്ള ടെക്സ്റ്റുകൾ, ആ ടെക്സ്റ്റുകൾ അങ്ങനെ തന്നെ നോക്കിയിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് ഈ ടെക്സ്റ്റുകൾ വെച്ചിട്ടുള്ള ഒരു ടെക്സ്ച്വൽ ഇസ്ലാമിലേക്ക് മാറാം. സ്വാഭാവികമായിട്ടും പല സാധനങ്ങളും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ താങ്കളെപ്പോൾ ഒരാൾ ഇതൊക്കെ നോക്കി ഇതൊക്കെ പഠിക്കുന്ന ഒരാൾ ഇത് കാണുമ്പോൾ ഹൗ ഡു യു ഡീൽ വിത്ത് ഇറ്റ്? കാരണം ഇൻ ഫ്രണ്ട് ഓഫ് യുവർ ഐസ് ഇതൊക്കെ കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ വരുന്നു. ഹൗ ഡു യു അപ്രോച്ച് ദാറ്റ്? ഇതിൻ്റെ ഒരു റിലീജിയസ് ആസ്പെക്റ്റിൽ നോക്കുമ്പം അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരിയാണ്. ആ ശരി അവർ ഏതാണോ ശരി അത് അംഗീകരിക്കാം. അത് റിലീജിയസ് ആയിട്ട് നിൽക്കുമ്പോൾ പോലും ഇതിനൊരു കൾച്ചറൽ ഹിസ്റ്റോറിക്കൽ വാല്യൂ, അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതിനെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഖുറാത്തീബ് നിങ്ങൾ ടെക്സ്റ്റ് എടുത്തിട്ട് ഇത് പ്രവാചകൻ്റെ കാലത്ത് ചെയ്തിരുന്നോ ഇല്ല എങ്കിലില്ല, അതൊരു ടെക്സ്റ്റൽ സാധനമാണ്. അതവിടെ നമ്മൾ അംഗീകരിക്കുന്നു. അംഗീകരിക്കുന്നതോടൊപ്പം അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിനെ നമ്മൾ വാല്യൂ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് അവരുടെ ഒരു കൾച്ചർ, അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്ററി എന്നൊരു സാധനം. അല്ലെങ്കിൽ എല്ലാവരും സെയിം ആയി മാറും. വലിയൊരു റിച്ച് കൾച്ചറൽ ഹിസ്റ്ററി ഉള്ളൊരു സാധനം. While plurality is an integral part of Kerala's Muslim culture and communities, there is also a long scholarly heritage and a tradition around Islamic manuscripts in the region. Joining us at the mosque was a young scholar, Midilaj Kodiyattur, and his student Sayyaf, to examine one such manuscript, an 18th century Arabic document written in the hand of a Malayali Muslim. കായൽപട്ടണത്ത് ഇന്നും റിസൈറ്റ് ചെയ്യുന്ന ഒരു കിതാബാണ്, പഴമക്കാർ റിസൈറ്റ് ചെയ്യുന്ന ഒരു കിതാബാണ് ഈ തംബീഉൽ അനാം എന്നുള്ളത്.
ഇതിന്റെ ഫ്രണ്ട് പേജിൽ ഇത് ആക്ച്വലി എഴുതിയ ആളുടെ പേരുണ്ടല്ലേ? പേജ് അല്ല, മാനുസ്ക്രിപ്റ്റിന്റെ പൊതുവായൊരു ശൈലി എന്നുള്ളത് കോളോഫോൺ എന്ന് പറയപ്പെടുന്ന ഒരു ഭാഗം ഉണ്ടാവും, അതിന്റെ ലാസ്റ്റ് ഭാഗത്ത്. അതാണ് യഥാർത്ഥത്തിൽ ഒരു ഹിസ്റ്റോറിയൽ റെക്കോർഡായിട്ട് പരിഗണിക്കുന്നത്. അവിടെ എഴുതിയിട്ടുണ്ടാവും, ഇപ്പോൾ ഉദാഹരണത്തിന് തമ്മത്ത് നിസ്ഫുൽ അവൽ ബിയദിൽ ഫക്കീരിൽ ഹക്കീർ, അഥവാ ഒരു ദരിദ്രനായിട്ടുള്ള ഒരാൾ, ദരിദ്രൻ ഉദ്ദേശിക്കുന്ന ഒരു സാധു അയാൾ ഒരു പണ്ഡിതനെ എഴുതുന്നതാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇവിടെ തമ്മത്ത് നിസ്ഫുൽ അവൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും രണ്ടാം ഭാഗം വേറെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. ഇത് നിസ്ഫുൽ അവൽ ആദ്യ പാർട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് മുഹമ്മദ് ബിൻ അലി ഹസൻ അരീക്കോട്, അപ്പോൾ സ്ഥലം കിട്ടി, ഓദറ പേരും കിട്ടി, അദ്ദേഹം പകർത്തി എഴുതിയതാണിത്. സമയം കൊടുത്തിട്ടുണ്ട്, വക്തി ലുഹരി യൂമിൽ അർബ, അഥവാ ഇതേ സമയത്ത് ലുഹറിൻ്റെ ഈ ഒരു സമയത്താണ് ഉച്ച സമയത്താണ് മുപ്പര് ഇത് രചിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇത് മലബാറിൽ എഴുതപ്പെട്ടതുകൊണ്ട് തന്നെ കൊല്ലം മലബാർ എന്ന് പറഞ്ഞിട്ട് ഇഹ്ദ അർബഈന മിൻ ഷഹരിൽ ഹൂത്ത് എന്ന് പറയുന്നുണ്ട്. ഹൂത്ത് അറബിയിൽ ഹൂത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മീൻ എന്നാണ്, അഥവാ തിമിംഗലം എന്നുള്ളതാണ്, അഥവാ മീനം മാസം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷഹറുൽ ഹൂത്ത് എന്ന് കൊടുക്കുന്നത്. അപ്പം കൊല്ലം മലബാറിലെ മീനം മാസം കഴിഞ്ഞ് 41 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു രചന പൂർത്തീകരിക്കുന്നതെന്നാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതൊരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡായിട്ട് കാണപ്പെടുന്നു. പിന്നെ ഇതിൽ പറയപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്, അഥവാ ഇതിൽ പ്രവാചകനെ കുറിച്ചുള്ള പ്രവാചകൻ്റെ ഷമായിലുകൾ പറയും, അഥവാ ബോഡി പാർട്സുകളുടെ ഒരു വിശേഷണങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയപ്പെടുന്നത്. പിന്നെ ജന്മദിനത്തെക്കുറിച്ച് ഇപ്പോൾ AD എങ്ങനെയാണ് ജന്മദിനത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഹിജ്റ വർഷം എങ്ങനെയാണ് ചെയ്യുന്നത്, അതേപോലെ വേറെ ആമുൽ ഫീൽ ആനവർഷം അതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങിയിട്ട് വർഷക്കണക്ക് വരെ കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അഥവാ ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡുമാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രവാചകനെ പുകഴ്ത്തി പറയുന്നു. ഈ ഒരു സൂഫി മുരീദ് കൾച്ചറാണ് യഥാർത്ഥത്തിൽ ഇത്തരം ടെക്സ്റ്റുകളെ സർക്കുലേറ്റ് ചെയ്യുന്നതിലാണ് ഇപ്പോൾ കൺക്ലൂഷനായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് എനിക്കൊരു ടെക്നിക്കൽ ചോദ്യം ഉള്ളത്, ഇപ്പോൾ ഇത് അറബിയാണല്ലോ എഴുതിയിരിക്കുന്നത്, ഇത് പക്ഷേ സ്റ്റാൻഡേർഡ് ഇപ്പോൾ എല്ലാവർക്കും വായിക്കുന്ന അറബിയാണോ അല്ലെങ്കിൽ കുറച്ച് പഴയ രീതിയിൽ ഉള്ളത്? സ്റ്റാൻഡേർഡ്. അപ്പോൾ ലോകത്തിലെ ഏതാക്കും അറബി അറിയാവുന്ന ആൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന. മലബാറിലെ റിലീജിയസ് ലീഡേഴ്സ് അവർ സാധാരണ സംസാരിച്ചിരുന്നത് മലയാളത്തിൽ ഇവിടെയുള്ള നാട്ടുകാരോട്. അവർ എഴുതുന്നത് അറബിയിലാണ്. ആൻഡ് അവർ അഡ്രസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അറബിയാണ്. അവർ ഇന്ററാക്ട് ചെയ്യുന്നതും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയാണ്. അവിടുത്തെ ടെക്സ്റ്റുകൾ വരുന്നു, അവിടുത്തെ പണ്ഡിതന്മാർ വരുന്നു, ഇവർ അങ്ങോട്ട് പോകുന്നു. ഒരു കോസ്മോപൊളിറ്റൻ, ഓൾമോസ്റ്റ് ഒരു ഗ്ലോബൽ ഓഡിയൻസ് എന്നുള്ള ഉദ്ദേശത്തിൽ. In the course of the afternoon, Ajmal took me around to see several other mosques as well in the area. Each one of these had 100 stories to tell. But as the day got hotter, we sought shelter at Jifri House, the seat of a prominent Kozhikode family of Sayyids, revered as descendants of the Prophet Muhammad himself, and continued our conversation. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ജിഫ്രി ഹൗസാണ്. ജിഫ്രി ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു സയ്യിദ് ഫാമിലിയിൽപ്പെട്ടതാണ് സയ്യിദ് ജിഫ്രി തങ്ങൾ. 2 മെയിൻ ലീനേജാണ് ഈ പ്രവാചക പരമ്പരയിൽപ്പെട്ട് മലബാറിലെത്തിയിട്ടുള്ളത്. അതിലൊന്നാണ് ഈ പറഞ്ഞ ഹദ്റാമി റൂട്ടുകളും മറ്റൊന്ന് ബുഖാരി റൂട്ടുകളും. ബുഖാരി തങ്ങന്മാരാണ്. ഹദ്റാമി റൂട്ടുകൾക്ക് തന്നെ ഒരുപാട് കബീലകളുണ്ട്. കബീല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലീസ്. അതിലൊന്നാണ് ജിഫ്രി. സയ്യിദ് ജിഫ്രി തങ്ങൾ ഒരു 1740കളിലാണ് ഇവിടെ എത്തുന്നത്. ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇവർ. ഒരു ലോക്കൽ സ്റ്റോറീസ് പറയുന്ന പ്രകാരം ടിപ്പു സുൽത്താൻ കോഴിക്കോട് എത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് വരുന്നത് ഇവരെ കാണാനാണ് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അത്രയ്ക്ക് പേര് കേട്ട ഫാമിലി ആയിരുന്നു. ടിപ്പു വന്നിട്ട് ഇവരെ കണ്ടു, സംസാരിച്ചു. ഇവിടെ അതിൻ്റെ ഒരു ബെഞ്ചൊക്കെ അങ്ങനെ പ്രിസർവ് ചെയ്തു. സ്കോളർലി ലീനേജ് കാരണമാണോ? സ്കോളർലി എന്നതിനേക്കാളും ഒരു റിലീജിയസ്ലി പ്രവാചക പരമ്പര എന്ന രീതിയിൽ, റിലീജിയസ് ലീഡർഷിപ്പ് എന്നുള്ള രീതിയിലാണ്. താങ്കളുടെ ഒരു ഇൻട്രസ്റ്റിംഗ് ലീനേജ് ആണ് ഷെയ്ഖ് സൈനുദ്ദീന്റെ ഡിസെന്റിൽ വരുന്നതാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരുടെ എതിരെയൊക്കെ ഉള്ള ആ തുഫത്ത് എഴുതിയ വ്യക്തിയാണ്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് പറയാമോ, എക്സാക്ട് ആ ഒരു ഡിസെന്റിനെ പറ്റി, താങ്കളുടെ ഫാമിലിയെ പറ്റി? ഞങ്ങളുടെ ഫാമിലി വരുന്നത് ശരിക്കും പ്രവാചകന്റെ അനുയായിയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണെന്നാണ് പറയുന്നത് ഈ മഖ്ദൂമികൾ വരുന്നത് കായൽപട്ടണം ടു കൊച്ചി ടു പൊന്നാനി ലിറ്റിൽ മക്കയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഏരിയ മുസ്ലിം പള്ളിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ എത്തും. ഞങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട മീൻസ് മുസ്ലിയാരകത്ത് എന്നാണ് പറയാം. മുസ്ലിയാരകത്ത്, ഒറ്റകത്ത്, നാലകത്ത്, ഇങ്ങനെ കുറേ അകങ്ങളുണ്ട്. ഇതൊക്കെ ഈ മഖ്ദൂമി ഫാമിലികളുടെ പുതിയ ബ്രാഞ്ചുകളാണ്. ഞാനൊക്കെ മുസ്ലിയാരകത്താണ്, കൊടിയത്തൂരാണ്, ചെറുവാടി. താങ്കളുടെ ടൈറ്റിൽ?
യെസ് മുസ്ലിയാരകത്ത്, അജ്മൽ മൊയ്ൻ മുസ്ലിയാരകത്ത്, അത് അങ്ങനെയാണ് വരുന്നത്. മുസ്ലിയാരകത്ത് തന്നെയാണ് പിന്നെ കൊണ്ടോട്ടി പള്ളി നിയന്ത്രിച്ചിരുന്നു. അതുപോലെ വാഴക്കാട്, മഞ്ചേരി, അരീക്കോട്, ഇങ്ങനെ ഏകദേശം മലബാറിലെ പ്രധാനപ്പെട്ട പള്ളികളിലൊക്കെ കാളിമാർ ഈ മുസ്ലിയാരകത്ത് അല്ലെങ്കിൽ ഒറ്റകത്ത് കുടുംബത്തിൽ നിന്നുള്ള ആളുകളാണ് ഉണ്ടാവാറുള്ളത്. അവരാണ് ശരിക്കും സ്കോളർലി ആയിട്ട് കുറച്ചും കൂടി പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളാണ് ഈ കിതാബുകൾ എഴുതുന്നത്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, അദ്ദേഹം വരുന്നൊരു ഘട്ടം ഇവിടെ ഒരു പോർച്ചുഗീസ് ആധിപത്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ അതിനെ എങ്ങനെ നേരിടാമെന്നതിനെ കുറിച്ചുള്ള ഒരു ഇസ്ലാമിക് സ്കോളർലി അപ്രോച്ചാണ് നടത്തുന്നത്. അതിനകത്ത് എനിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ബിജാപ്പൂരിലെ സുൽത്താൻ, അതിൻ്റെ മേജർ മുസ്ലിം പ്രിൻസസിനെ എല്ലാം കൂടെ ചേർത്ത് ആന്റി പോർച്ചുഗീസ് ഒരു ആന്റി കൊളോണിയൽ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഭയങ്കര രസമുള്ള ഒരു സാധനമുണ്ട്. അതിനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ആ പുസ്തകം അറബിയിലാണ് എഴുതുന്നത്, അതൊരു ഇന്റർനാഷണൽ അഡ്രസ്സിംഗ് ആണ്. രണ്ടാമത്തത് അത് ബീജാപ്പൂർ സുൽത്താനാണ്. ബീജാപ്പൂർ സുൽത്താൻ ഈസ് ബേസിക്കലി ഷിയ. അപ്പോൾ ഒരു ഷിയ ആയിട്ടുള്ള ഒരു സുൽത്താന്, ഒരു സുന്നി പണ്ഡിതൻ ഇത് സമർപ്പിക്കുന്നു. മൂന്നാമത്തത് ഇതിലെ അഡ്രസ്സ് ചെയ്യുന്നത് ഈ കോഴിക്കോട്ടെ സാമൂതിരി രാജാവുമായിട്ട് ചേർന്നുകൊണ്ട് നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. കാരണം സാമൂതിരിയുടെ അടി നമ്മൾ സുഖമായിട്ട് ജീവിക്കുന്നു, പോർച്ചുഗീസ് ഡിസ്റ്റർബ് ചെയ്യുന്നു. ഈ ലോക്കാലിറ്റി, അതിൻ്റെ കമ്മ്യൂണിറ്റി, അവിടുത്തെ ആളുകൾ, അവിടുത്തെ രാജാവ് ഇതിനെ അംഗീകരിക്കുന്നു. എന്നാൽ മുസ്ലിങ്ങളുടെ തന്നെ ഷിയായിറ്റിനെ അംഗീകരിക്കുന്നു, ലോകത്തിലുള്ള അറബ് കമ്മ്യൂണിറ്റി അംഗീകരിക്കുന്നു. എല്ലാത്തിനെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരു ജിഹാദ് എന്ന രീതിയിലാണ്. അതേ മാത്രമല്ല, അതിന് ശേഷം വരുന്ന ഖുത്ബത്തുൽ ജിഹാദിയ എന്ന പുസ്തകമുണ്ട്. ഇതിലൊക്കെ ആ ഒരു രീതിയിൽ ഈ ഒരു കാര്യം അഡ്രസ്സ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഒരു ഇന്റർനാഷണൽ അഡ്രസ്സിങ് എന്നത്, അത് ഓഡിയൻസ് ഉദ്ദേശം അതാണ്. ഓഡിയൻസ് ലോക്കൽ ഓഡിയൻസ് അല്ല അതിൽ സംസാരിക്കുന്നതാണ്. ഈ മാപ്പിള കമ്മ്യൂണിറ്റിയിലെ സ്ത്രീകളുടെ ഒരു സ്റ്റേറ്റസ് എന്താണ്? ബിക്കോസ് പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന അറക്കൽ ബീവി പോലത്തെ ഒരു പൊളിറ്റിക്കൽ ഫിഗറിനെയാണ്. പക്ഷെ ഒരു ഓർഡിനറി മാപ്പിള ഹൗസ് ഹോൾഡ് സ്ത്രീകളുടെ ഒരു പൊസിഷൻ എങ്ങനെയാണ് ട്രഡീഷണലി? നമുക്ക് ഒരു സെഗ്മെന്റ് ആയിട്ട് ഈ സ്ത്രീകൾ ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ, സയ്യിദന്മാർ, അവരുടെ സ്ത്രീകൾ അവരുടെ വേറൊരു സ്റ്റൈലാണ്. സാധാരണക്കാരുടെ സ്ത്രീകൾ വേറെയാണ്, തറവാട്ടിലുള്ള സ്ത്രീകൾ വേറെ, എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിന്റെ സോഷ്യൽ, അതുപോലെ തന്നെ ഇൻലാൻഡിൽ നിൽക്കുന്നതും മക്കത്തായത്തിലും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഇൻ ജനറൽ ഒറ്റവാക്ക് പറയുകയാണെങ്കിൽ, ദേ വർ ദ കമ്മ്യൂണിറ്റി ഹു വർ ലിറ്ററേറ്റ്. മൊത്തം മാപ്പിള കമ്മ്യൂണിറ്റി ആയിരുന്നു, ദേ വർ ലിറ്ററേറ്റ് ഇൻ ദ സെൻസ്, നമ്മളുടെ ലിറ്ററേറ്റ് ഇൻ ദ സെൻസ് എഴുതാനും വായിക്കാനും, അറബി മലയാളത്തിൽ എഴുതാനും അറബി വായിക്കാനും എല്ലാവരും, ആണുങ്ങളും പെണ്ണുങ്ങളും പഠിപ്പിക്കും. മൊല്ലാച്ചിമാർ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, ഈ സ്ത്രീ പെണ്ണുസ്താദുമാർ. ആൺ ഉസ്താദുമാർ പോലെ തന്നെ പെണ്ണുസ്താദുമാരുണ്ടായിരുന്നു, നമ്മളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അവർ ആൺകുട്ടികളും പെൺകുട്ടികളും പഠിപ്പിക്കും. ഉസ്താദുമാരായിട്ടുള്ള പണ്ഡിതകളായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈവൻ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെന്റിൽ ഒരുപാട് സ്ത്രീകളെ കാണാൻ പറ്റും. 1921 അതിനു മുമ്പും 1853 നടന്നിട്ടുള്ള സംഭവങ്ങൾ. ഞാൻ ബ്രിട്ടീഷ് റെക്കോർഡ് നോക്കുമ്പം ഈ കനോലി വധം കലക്ടർ കൊന്നു കളഞ്ഞിട്ടുള്ളത് അത് 1853 1855 അതിൻ്റെ ഒരു ഡയറി വരുന്നത്. ഈ ഡയറി പരിശോധിക്കുമ്പം 114 പേരെയാണ്. 114 പേരിൽ 14 പേര് സ്ത്രീകളാണ്. ഈ 14 പേരിൽ ഇൻട്രസ്റ്റിംഗ്ലി 13 ആൾക്കാരെയും അവസാനം വെറുതെ വിടുന്നുണ്ട്, ഒരാളെയാണ് ശിക്ഷിക്കുന്നത്. അത് മമ്പർത്ത് ബീവിയാണ്. മമ്പർത്ത് ബീവിക്ക് സംഭവിക്കുന്നത്, അവർ ആ ഒരു പ്ലോട്ടിൽ ഇടപെട്ടു എന്നാണ് അവരുടെ പേരിലുള്ളൊരു കുറ്റപത്രം വരുന്നത്. അറ്റ് ലാസ്റ്റ് അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴൊരു മിസ്റ്ററിയാണ്. കാരണം അവർ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ അവരെ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിൽ വെച്ചിട്ടാണ് പ്രസവിക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് വെല്ലൂരിലേക്ക് നാട് കടത്താണ്. വെല്ലൂർ ജയിലിൽ എത്തിയത് വരെയുള്ള നമുക്കുണ്ട്. അത് ഞാൻ ആക്സിഡന്റലി എൻ്റെ ഒരു PhD സമയത്താണ് ഇങ്ങനൊരു കഥാപാത്രത്തിന് ഒന്നും നമുക്ക് അറിയില്ല. അപ്പം ഇങ്ങനെ മാപ്പിള യുദ്ധങ്ങളിൽ, ഇപ്പോൾ യുദ്ധങ്ങളാണെങ്കിലും ഈ യുദ്ധങ്ങളിൽ ആണുങ്ങൾ പുറപ്പെടുന്ന സമയത്ത് അവരുടെ കൂടെ സ്ത്രീകളുണ്ട്. ഇങ്ങനെ പൊളിറ്റിക്കലി ഉണ്ട്. പുറപ്പെടുന്ന സമയത്ത് പാട്ടുകളുടെ കാര്യം ഉണ്ട്, അതിനകത്ത് സ്ത്രീകളുണ്ട്. അവർ ഉന്മേഷം കൊടുക്കാൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ചിയർ ടീമായിട്ട് സ്ത്രീകൾ നിൽക്കുന്നത് കാണാൻ കഴിയും. ഈ മലപ്പുറത്തൊക്കെ നടക്കുന്ന പല യുദ്ധങ്ങളിലും ബ്രിട്ടീഷുകാരിങ്ങനെ പറയുന്നുണ്ട്, സ്ത്രീകളുടെ ഇൻവോൾവ്മെന്റ് ഭയങ്കരമാണ്. കൾച്ചറൽ പാർട്ട് എസ്പെഷ്യലി, പിന്നെ കല്യാണത്തിന് പാട്ടുകൾ എഴുതുന്ന, പാട്ടുകൾ പാടിയിരുന്ന ഒരുപാട് സ്ത്രീകളെ നമുക്ക് ഹിസ്റ്ററിയിൽ കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഒറ്റ വാക്കിൽ മുസ്ലിം സ്ത്രീകളെല്ലാം മറക്കുവിള്ളിലായിരുന്നു, ഒന്നിനും പറ്റാത്തവരായിരുന്നു എന്ന ഒരു നരേഷന് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ ആയിരുന്നില്ല അതിൻ്റെ ഒരു. 1930 ശേഷം അത് കുറെ കൂടി ഭയങ്കര ശക്തമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്.
പിന്നെ പത്രങ്ങൾ നടത്തുന്ന ആലിമ ബീവിയെ പോലുള്ള ആളുകൾ പിന്നീട് മൂവ്മെൻറ്റുകളാക്കി മാറ്റുന്നു, പൊളിറ്റിക്കൽ മൂവ്മെൻറ്റുകളാക്കി മാറ്റുന്നു. 1950 എത്തുമ്പോഴേക്കും കുട്ടികൾ തന്നെ പാട്ട് എഴുതിയിട്ട് ഈ ഡോറി സിസ്റ്റത്തിനെതിരെ പല സിസ്റ്റത്തിനെതിരെയും ശക്തമായിട്ട് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് മൂവ്മെൻറ്റ് റിഫോം ഉണ്ട്. ഒരു 50 ശേഷമാണ് ഈ റിഫോം എന്നൊരു ലെവലിലേക്ക് എത്തുന്നത്. പക്ഷേ ആസ് ആൻ ഓൾ നമ്മളുടെ ഒരു ജനറലൈസേഷൻ ഒരു ജനറൽ നരേറ്റീവിൽ പറയുന്നത് പോലെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സാധനം എന്നതിന്, ഇല്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ മലയാളം അറിയില്ല എന്നേ അല്ല, ബട്ട് ദേനോ അറബി മലയാളം, ദേനോ അറബി, അവർക്ക് ഖുർആൻ ഓതാൻ അറിയാം, ഹദീസ് വായിക്കാൻ അറിയാം, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവർ ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാപ്പിള കമ്മ്യൂണിറ്റി ഇറ്റ് സെൽഫ് ഈസ് എ വെരി ലിറ്ററേറ്റ് ആൻഡ് ഓൾസോ ഭയങ്കരമായിട്ടുള്ള ഇൻഡെപ്തിൽ നോളജ് സിസ്റ്റം ഉണ്ടായിരുന്നതാണ്. മാപ്പിള കമ്മ്യൂണിറ്റിയിലുള്ളിൽ കാസ്റ്റിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്? ഇസ്ലാമിൽ കാസ്റ്റ് എന്നൊരു സംഭവമേ ഇല്ല, അതിനുള്ള ഒരു സ്കോപ്പും ഇല്ല. ഇപ്പോൾ വലിയ പണ്ഡിതനായ ഒരാളും പണക്കാരനായ ഒരാളും അയാളുടെ തൊഴിലാളിയും നിസ്കരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ലൈനായിട്ട് നിൽക്കുക, അതിൽ പണ്ഡിതനായ ആൾ മുന്നിൽ നിൽക്കുക. ഇതാണ് തിയററ്റിക്കലി പറയുന്നത്. പിന്നെ പ്രാക്ടിക്കലിയും ഒരു പരിധിവരെ ഇല്ലാത്തത് കൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ഈ ഇസ്ലാമിലേക്ക് വരുന്നത്. കാസ്റ്റാണ് കാരണം. വലിയ കാസ്റ്റ് സിസ്റ്റം ഉണ്ടാകുമ്പോഴാണല്ലോ അതിൽ നിന്ന് മാറിയിട്ട് വരുന്നത്. പിന്നെ പറയപ്പെടുന്ന ഒരു കാസ്റ്റ് പോലെ തോന്നുന്ന ഒരു കമ്മ്യൂണിറ്റി ഒസാൻ കമ്മ്യൂണിറ്റിയാണ്. ബാർബർമാരെ ഒരു കമ്മ്യൂണിറ്റിയാണ്, അതൊരു കാസ്റ്റ് എന്ന് പറയാറില്ല. ഒസാൻ എന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു താഴെയായിട്ട് നിൽക്കുന്നത്. അടുത്ത കാലം വരെ ഈ ഒസാൻ ഫാമിലിയിലുള്ള ആളുകൾ ഒസാൻ ഫാമിലി പുറത്തുനിന്ന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാറൊന്നുമില്ല. അവർ സമ്മതിക്കില്ല. അല്ല, അവരല്ല, പുറത്തുള്ള ബാക്കി മുസ്ലിങ്ങൾ ഒസാൻ ഫാമിലി അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ജനറലി അതൊരു കാസ്റ്റായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. സൊസൈറ്റിയും കാസ്റ്റായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അതൊരു ആ ഒരു തൊഴിലിനെ മാറ്റി നിർത്തുക എന്നുള്ള. പക്ഷേ എനിക്ക് തോന്നുന്നത് കാസ്റ്റ് എന്നതിനേക്കാളും എക്കണോമിക്കലായിട്ടുള്ള ഒരു വ്യത്യാസങ്ങൾ, താഴെയുള്ള കർഷകർ അവർ തമ്മിലുള്ള നോർമലി ഉണ്ടാകുന്ന ഗ്യാപ്പുകൾ ഉണ്ടെന്നല്ലാതെ കാസ്റ്റ് ആസ് സച്ച് അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, മാപ്പിള കമ്മ്യൂണിറ്റി ഇപ്പം ഫോർ എക്സാമ്പിൾ 1921 സോ കോൾ മാപ്പിള റിബല്യൻ എന്ന് പറയത്തില്ലോ, അങ്ങനത്തെ ഒരു പ്രോബ്ലമാറ്റിക് അല്ലെങ്കിൽ വയലൻ്റ് ആയിട്ടുള്ള എപ്പിസോഡ്സിനെ പറ്റി കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലുള്ള മെമ്മറീസും ഒരു ഇത് കാണുമല്ലോ, ബേസിക് കൺക്ലൂഷൻ അബൌട്ട് വാട്ട് ഹാപ്പൻഡ്, വൈ ഇറ്റ് ഹാപ്പൻഡ്, അതിൻ്റെതായ എന്തെങ്കിലും ലെഗസീസ് ഉണ്ടോ? 100 വർഷമായി. അതെ, ഓൾമോസ്റ്റ് 100 വർഷമാകുമ്പോൾ എനിക്ക് തോന്നുന്നു 100-ലധികം പുസ്തകങ്ങളും സ്റ്റഡീസും വന്നിട്ടുള്ള, ഇത്രയധികം റിസർച്ച് നടന്നിട്ടുള്ള ഒരു ഏരിയ ഉണ്ടോ എന്ന് എനിക്ക് സംശയം. ഇത്രയും പുസ്തകങ്ങൾ, കവിതകൾ, പാട്ടുകൾ, നോവല്, സെമിനാറുകൾ, പ്രബന്ധങ്ങൾ, ഇങ്ങനെ പോകുന്ന ഒരു ഏരിയയാണ് മാപ്പിള കമ്മ്യൂണിറ്റി. പൊതുവേ അതിനെ ഒരു ആദ്യത്തെ ഒരു 50 വർഷത്തോളം അതിന് ഓർക്കുന്നുണ്ടായിരുന്നില്ല, പേടിച്ചു പോയി. അറിഞ്ഞുകൊണ്ട് ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു എപ്പിസോഡായിട്ടാണ് കുറേ പേര് അന്തമാനിലേക്ക് പറഞ്ഞു. അന്തമാനിൽ പോയിട്ട് അവിടെ മഞ്ചേരിയും അവിടെ തന്നെ അന്തമാനിൽ ഇപ്പോൾ വണ്ടൂരുണ്ടല്ലോ, വണ്ടൂർ അങ്ങനെ പേരൊക്കെ ഇട്ട് അവിടുത്തുകാരായി മാറുന്നു. ഇവിടെ സ്കാറ്റേഡ് ആയി പോവാണ്. പിന്നീടാണ് ഈ മെമ്മറി ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നത്. പൊതുവേ മാപ്പിള കമ്മ്യൂണിറ്റി ഇപ്പോൾ 1921 ഓർക്കുന്ന അഭിമാനകരമായ ഒരു ഇൻസിഡൻ്റ് ആയിട്ടാണ്. അതിനെ ഒരു കമ്മ്യൂണൽ റൈറ്റ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും ഡീപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയല്ല അത് വർക്കൗട്ട് ചെയ്തതെന്നല്ല. അതൊരു ജന്മിത്വത്തിനും ബ്രിട്ടീഷ് ആധിപത്യത്തിനും എതിരെ നടക്കുന്ന ഒരു ശക്തമായ ഒരു സമരം തന്നെയാണ്. പക്ഷെ അതിൽ സ്വാഭാവികമായിട്ടും കൂട്ടമാകുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ അങ്ങനെ നടന്നിട്ടുണ്ട്. പക്ഷെ അതിനെ പോലും അന്നത്തെ ലീഡേഴ്സ് തള്ളി പറയുകയും ചെയ്യുന്നുണ്ട്. ടിപ്പു സുൽത്താൻ്റെ എന്തെങ്കിലും കൾച്ചറൽ മെമ്മറീസ് ഉണ്ടോ? ഫോർ എക്സാമ്പിൾ മാപ്പിള കമ്മ്യൂണിറ്റി ടിപ്പുവിൻ്റെ ഇൻവേഷൻ എങ്ങനെ അഫക്റ്റ് ചെയ്ത് അതിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്ത ഫാമിലീസ് ഉണ്ടോ, മാറ്റിക്കളഞ്ഞു പോയ ഫാമിലീസ് ഉണ്ടോ, അതിൻ്റെ എന്തെങ്കിലും കൾച്ചറൽ മെമ്മറി? ടിപ്പു ഇപ്പോഴും ഒരു വലിയ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ ആണ് എല്ലായിടത്തും. ടിപ്പുവിനെ ഓർക്കുന്നതും പറയുന്നതും പ്രശ്നം. അമ്പലം തകർക്കുന്നുണ്ട്, അമ്പലം ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് വെള്ളയുടെ രേഖ എന്ന് പറഞ്ഞിട്ട് പിന്നീട് കണ്ടെത്തിയ രേഖ നോക്കുന്ന സമയത്ത് ഒരുപാട് അമ്പലങ്ങൾക്ക് ടിപ്പു ഫണ്ട് ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കാണുന്ന നമ്മളൊരു പൊളിറ്റിക്കൽ ലീഡർ. അതിനിപ്പോൾ ടിപ്പു മുസ്ലിമാണ്, അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഉദ്ദേശിച്ചത് മാപ്പിള കമ്മ്യൂണിറ്റിയുടെ എന്തെങ്കിലും പ്രാക്ടീസസിൽ ടിപ്പുവിന്റെ ശേഷം എന്തെങ്കിലും വ്യത്യാസങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കൾച്ചറൽ ലെഗസിയിൽ എക്കണോമിക്കലി ഈ ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. ടിപ്പു വരുന്ന സമയത്ത് ടിപ്പുവിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടുന്നൊരു ഇതുണ്ട്. പക്ഷേ നമ്മൾ കോഴിക്കോട് നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ടിപ്പുവിൻ്റെ വരവിന് ശേഷം ഇവിടുത്തെ ഒരു ബിസിനസ് സ്റ്റൈൽ മാറുന്നുണ്ട്. ബിസിനസ് മോണോപ്പൊളൈസ് ചെയ്യാണ് ടിപ്പു ചെയ്യുന്നത് ഒരു പരിധി വരെ. അതോടുകൂടി ഇവിടെ ഉണ്ടായിരുന്ന സാധാരണ പല കച്ചവടക്കാരും ഇവിടെ കൊച്ചിയിലേക്ക് മാറുന്നു. കാരണം ടിപ്പു അത് ഒരു മൈസൂരിയൻ ഇൻവേഷനാണ്. മൈസൂരിയൻ ഇൻവേഷനാണ് നടക്കുന്നത്. അത് പലപ്പോഴും ഇവിടുത്തെ മാപ്പിള കമ്മ്യൂണിറ്റിയിൽ പോലും ഇവിടുത്തെ കച്ചവടക്കാർക്ക് പോലും പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതേ അവസരത്തിൽ തന്നെ കുറേ ആൾക്കാർ ടിപ്പുവിൻ്റെ ബെനിഫിഷ്യറീസ് ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ ആചാരപരമായിട്ട് മുസ്ലിങ്ങളിൽ കാര്യമായ ഇടപെടലുകളൊന്നും നടത്തിയതായിട്ട് പറയുന്നില്ല. മൊത്തത്തിൽ ഇവിടെ വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരുപാട് ആചാരങ്ങളുണ്ട്. അതിൽ പലതും ടിപ്പു
ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയും. As I said goodbye to Ajmal that day, it struck me again how utterly compelling our past is, with so many shades. Every beam in Mishkal has a tale. The engagement of every generation of the Mapala community with religion has unique characteristics. And while much of their material heritage is vanishing today, enough survives for us to preserve and protect. Should we choose to do so, that is, and take up the responsibility. Thank you for watching this episode. We'll be back with more in the Saga series.